ഇത് ബാച്ചിലർ സ്പെഷ്യൽ ഓട്സ് ഉപ്മാവാണ്. എൻ്റെ ഹസ്ബൻഡ് ഉണ്ടാക്കിയതാണ്. കുവൈറ്റിൽ നിന്നും എടുത്ത് അയച്ചിട്ടുള്ള ഒരു വീഡിയോ ആണ്. അപ്പോൾ ഓട്സ് നമുക്ക് മിക്സഡ് വെജിറ്റബിൾ ചേർത്തിട്ടോ അതില്ലാതെയും നമുക്ക് ഉപ്മാവ് ഉണ്ടാക്കാം. ഇതിൽ ഉണ്ടാക്കിയിരിക്കുന്ന മിക്സഡ് വെജിറ്റബിളൊക്കെ ചേർത്തിട്ടാണ്. അപ്പോൾ ആദ്യം നമ്മൾ ചെയ്യേണ്ടത് ഓട്സ് ഒന്ന് വറുത്തെടുക്കണം. ഇതുണ്ടാക്കുന്നതിന് മുമ്പ് ആ ഒരു ടേസ്റ്റ്, നല്ല ടേസ്റ്റ് ഒന്ന് വറുത്തെടുക്കുകയാണെങ്കിൽ കുറച്ചുകൂടി നല്ല ടേസ്റ്റ് ഉണ്ടാവും. വറുക്കാതെ ഉണ്ടാക്കാം. അപ്പോൾ അതിനായിട്ട് ഒരു പാൻ വെച്ചിട്ട് 1 ഗ്ലാസ് ഓട്സാണ് എടുത്തിരിക്കുന്നത്. അത് നല്ലോണം വറുത്തെടുക്കുന്നുണ്ട്. ഇനി ഇതിന് സവോള എടുത്ത് വെച്ചിട്ടുണ്ട്. സവോള ചെറുതായി മുറിച്ചിട്ടുണ്ട്. ഒരു മീഡിയം സൈസുള്ളത് എടുക്കാം. പിന്നെ കറിവേപ്പില, പച്ചമുളക്, ഇഞ്ചി കൂടി വേണമായിരുന്നു, പക്ഷേ ഇഞ്ചി എടുക്കാൻ മറന്നുപോയി ഇത്ര. അപ്പോൾ അതുകൊണ്ട് ചേർത്തിട്ടില്ല. ഒരു പാൻ ചൂടാക്കി, ചീങ്കട്ടി ചൂടാക്കി, ഇത്തിരി കടുക് ഇട്ട് കൊടുത്തു. മുളക്, കറിവേപ്പില, പിന്നെ ഇത്തിരി ഉഴുന്നുപരിപ്പ് ഇട്ട് നന്നായി വഴറ്റുക. പിന്നെ സവോള ഇട്ട് വഴറ്റുക, പച്ചമുളക് ഇട്ട് വഴറ്റുക. അപ്പോൾ ഇഞ്ചി ഉണ്ടെങ്കിൽ ഇഞ്ചിയും കൂടെ ചേർത്ത് വഴറ്റിയ ശേഷം അതിലേക്ക് മിക്സഡ് വെജിറ്റബിൾ, ഇത് ഫ്രോസൺ ആയിട്ട് വാങ്ങിയതാണ്. അപ്പോൾ അതും കൂടെ ചേർത്ത് നല്ലോണം വഴറ്റുന്നുണ്ട്. ഇനി ഇതിന് ആവശ്യമായ വെള്ളം, 1 ഗ്ലാസ് ഓട്സ് എടുക്കുമ്പോൾ 1 ഗ്ലാസ് വെള്ളം എന്ന കണക്കാണ് വേണ്ടു. അപ്പോൾ ഓട്സ് പെട്ടെന്ന് വേവണതുമാണല്ലോ. അപ്പോൾ 1 ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ടുണ്ട്. അത് നന്നായി ചൂടായി അല്ലെങ്കിൽ തിളച്ച് വന്ന് കഴിയുമ്പോൾ അതിന് ഉപ്പ് ആവശ്യത്തിന് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ആ ഓട്സ് അതിലേക്ക് ഇട്ട് മിക്സ് ചെയ്യുക. ഒന്ന് അടച്ച് വെച്ച് വേവിക്കുക. നല്ലോണം വെള്ളമൊക്കെ വറ്റി വെന്ത് വരുമ്പോൾ അതിലേക്ക് നമുക്ക് ആവശ്യത്തിന് തേങ്ങ ചേർക്കുക. തേങ്ങ കൂടി ചേർക്കുന്നത് നല്ല ടേസ്റ്റ് ഉണ്ടാവും. അപ്പോൾ തേങ്ങ ഉണ്ടെങ്കിൽ തേങ്ങ കൂടി ചേർക്കുക. നന്നായിട്ട് മിക്സ് ചെയ്യുക. വേണമെങ്കിൽ കുറച്ചും കൂടെ കറിവേപ്പില ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ. വളരെ ടേസ്റ്റായിട്ടുള്ള നല്ല ഒരു ഉപ്മാവാണ് ഓട്സ്. അപ്പോൾ തടി കുറയ്ക്കണവർക്കൊക്കെ നമുക്ക് മറ്റുള്ള അരി ആഹാരം ഒഴിവാക്കുമ്പോൾ നമുക്ക് ഓട്സ് ഉപ്മാവ് ഉണ്ടാക്കി കഴിക്കാം. ഷുഗർ പേഷ്യൻസിനും ഒക്കെ നല്ലതാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. പിന്നെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരോ സബ്സ്ക്രൈബ് ചെയ്യാത്തവരോ ആണെങ്കിൽ അതുകൂടെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് കൂടെ ചെയ്യണം. അപ്പോൾ നല്ല ടേസ്റ്റാണ്. ചൂട് ആറിയതിന് ശേഷമാണ് ഇത് ഒരു പ്ലാസ്റ്റിക് പാത്രത്തിലേക്ക് മാറ്റിയിരിക്കുന്നത്. ചൂടോടുകൂടെ ആക്കിയതല്ല കേട്ടോ.